ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷറഫീസ് ഡേ ബുക്ക്. ഷറഫീസ് ഡേ ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാമിലി എല്ലാവരും ഉണ്ട്. ഇത് നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് തൃശ്ശൂർ മറൈൻ വേൾഡിലാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് മറൈൻ അക്വേറിയമാണ് നമ്മുടെ കേരളത്തിലാണത്. അത് വരുന്നത് തൃശ്ശൂർ ചാവക്കാട് പഞ്ചവടി ബീച്ചിനോട് ചേർന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ റീൽസും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ പോവാന്ന് തോന്നി. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഈ തവണ നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ടാണ് പോയത്. ഇക്കയുടെ ഉമ്മ, വാപ്പ, ചേട്ടൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരുമായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് നമുക്കൊരു 2.5-3 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഗൂഗിളിലും റീൽസും ഒക്കെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇറങ്ങി കാറ് പാർക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴുണ്ടോ ഈ ചേട്ടൻ്റെ ഈ ടോയ്സ് ഒക്കെ ഉള്ള ഒരു കട ഉണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ അത് കണ്ടപ്പോൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ മറൈൻ വേൾഡിൻ്റെ എൻട്രൻസ്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്കൊന്ന് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പുറത്തുനിന്ന് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ നമുക്ക് ഫുള്ള് കണ്ട് തീർക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ച് നമ്മളൊത്തിരി ടയേർഡായിട്ടുണ്ടായിരുന്നു. കൊച്ചാണെങ്കിലും അപ്പം നമ്മൾ വേഗം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കേരളേൻ്റെ ഫ്രണ്ടിലായിട്ട് ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കാനും പിന്നെ നമ്മുടെ ക്വാഡ് ബൈക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു, പിന്നെ കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ സർബത്ത് അങ്ങനെയുള്ള പിന്നെ ചായക്കട അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 400 രൂപയാണ് കേട്ടോ. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 350 രൂപയാണ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കുട്ടികളുടെ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറുന്നതിന് ഒരു കൊച്ചിന് 100 രൂപ വെച്ചാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുമല്ല അതിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് ആ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വാപ്പാക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ വീൽ ചെയറും ഉണ്ടായിരുന്നു. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അകത്തേക്ക് പോകണം. അപ്പം നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത് വലിയൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ കാറ്, ഓട്ടോറിക്ഷ അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ അക്വേറിയം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ കാറിൻ്റെ ഉള്ളിലൊക്കെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കണ പോലും ഉണ്ടായില്ല. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും അവിടെ പോയി അടുത്ത് നിന്ന് തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ട് കയറിയപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ മേളിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഇത്.
കുറച്ചധികം വലിയ മീനുകളായിരുന്നു അതിൻ്റെ അടിയിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് പോയപ്പോൾ നമ്മുടെ സ്പാ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കാഴ്ചകൾ ഇനിയും അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താണ്, അല്ലെങ്കിൽ ഒത്തിരി വലിയ വീഡിയോ ആയി പോവും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.